ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഒരു ടാസ്ക് നടന്നിരുന്നു. ആ ഒരു ടാസ്ക് പോലും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റാത്ത മത്സരാർത്ഥികളാണ് അവിടെയുള്ളത് എന്ന് ശരിക്കും തെളിയിച്ച് കാണിക്കുന്ന ഒരു ടാസ്ക് തന്നെയായിരുന്നു അത്. ശരിക്കും എത്ര ഇതുപോലത്തെ ടാസ്കുകളാണ്, എല്ലാം കൊളാകും. ഒന്നില്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീസ് നശിപ്പിക്കും, അല്ലെങ്കിൽ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കിട്ടരുതെന്ന് പറഞ്ഞ് അത് പിടിച്ചു വാങ്ങി നശിപ്പിക്കുക, എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്കും കിട്ടരുത് എന്നുള്ള മനോഭാവം. ഇങ്ങനെയൊക്കെയാണ് അവിടെ എല്ലാവരും കാണിച്ചു കൂട്ടുന്നത്. ഒനിയിലാണെങ്കിൽ ബോട്ടിൽ ഓൾറെഡി അത് ചളുക്കി വെക്കുന്നുണ്ടായിരുന്നു. ഒരു ക്യാപ്റ്റനായിട്ട് തന്നെ ആ ഒരു ടാസ്ക് കൊളാക്കാനാണ് മാക്സിമം നോക്കുന്നത്. ഒരു ബോട്ടിൽ ടാസ്ക്കാണ്. ഒരു 50 ബോട്ടിൽസ് കൊടുക്കും. അതിൽ 11 പേര് പോയി എടുത്തിട്ട് അവർക്ക് കിട്ടുന്ന ബോട്ടിലും കൊണ്ട് മെയിനായിട്ടുള്ള ഏജൻസ് ഉണ്ട് 2 പേര്. ഒന്ന് അനീഷും ആണ് അതിൻ്റെ ഉടമയായിട്ട്, അത് ലെമൺ ജ്യൂസിൻ്റെ ആണ് കേട്ടോ. അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസിൻ്റെ ഏജൻ്റ് ആയിട്ടുള്ളത് നെവിനും ആയിരുന്നു. അതുപോലെ ക്വാളിറ്റി ചെക്ക് കൺട്രോളറിൽ ഓഫീസറായിട്ടുണ്ടായിരുന്നത് അനിമോളും ജിഷിനും ആയിരുന്നു. അതിൽ അവർക്ക് ബോട്ടിൽ ഇവർക്ക് കൊണ്ടു കൊടുക്കും, അതായത് അനീഷിനും അതുപോലെ തന്നെ നെവിനും കൊണ്ടു കൊടുക്കും. എന്നിട്ട് അത് ചെക്ക് ചെയ്തിട്ട് അവർ ജ്യൂസ്, അത് ഒരാൾ അനീഷാണെങ്കിൽ ലെമൺ ജ്യൂസും നെവിനാണെങ്കിൽ ഓറഞ്ച് ജ്യൂസും ആ ബോട്ടിൽ കൊണ്ടുപോയിട്ട് ക്വാളിറ്റി ചെക്കിന് വേണ്ടി കൊണ്ടുപോവാണ്. എന്നിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ അപ്രൂവ് ചെയ്താൽ മാത്രമേ അത് അംഗീകരിക്കുള്ളൂ. അങ്ങനെയാണ് ഗെയിം. പക്ഷേ അനിമോളാണെങ്കിൽ ഒട്ടും അവിടെ അംഗീകരിക്കാതെ അവർക്ക് കോയിൻ ഒരിക്കലും കിട്ടരുത് എന്നുള്ള രീതിക്ക് എല്ലാം റിജക്റ്റ് ചെയ്യാനാണ് അനിമോൾ ശ്രമിച്ചത്. സത്യം പറഞ്ഞാൽ പിണങ്ങിപ്പോകുന്നത് വരെ കാണിച്ചു. ശരിക്കും അങ്ങനെയല്ലല്ലോ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത്. ജിഷിനാണെങ്കിൽ അവിടെ നിന്ന് എല്ലാം ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അനിമോൾ എന്ത് പറഞ്ഞാലും അങ്ങോട്ട് പിണങ്ങി പോകുന്നൊരു പ്രകടനം. ശരിക്കും അവർ ബോട്ടിലാണെങ്കിലും വളരെ കഷ്ടപ്പെട്ടാണ് ഓരോരുത്തരും എടുത്തത്. അത് ചളുങ്ങാണ്ട് നോക്കണം, അത് ക്ലീൻ ചെയ്യണം, എന്തൊക്കെ കഷ്ടപ്പാട് കൊണ്ടാണ് അവർക്ക് കിട്ടിയതെന്ന് കാണുമ്പോൾ നമുക്ക് ലൈവ് കാണുമ്പോൾ അറിയാൻ പറ്റും. എപ്പിസോഡല്ല, ലൈവ് കാണുമ്പോൾ അവരുടെ കഷ്ടപ്പാട് കാണുമ്പോൾ ശരിക്കും ബിന്നിക്കൊക്കെ നല്ല പണി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നൂറൊക്കെ ആണെങ്കിലും പരുക്കും കാര്യങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. എന്നിട്ട് അവരത് ക്ലീൻ ചെയ്ത് കൊണ്ടു കൊടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് സ്റ്റെപ്പ്, അതായത് അനിമോളുടെയും ജിഷിൻ്റെ അടുത്ത് വരുന്നതിൽ അനിമോളാണ് എല്ലാം റിജക്റ്റ് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് തന്നെ കാണുമ്പോൾ സങ്കടമായി പോകും കേട്ടോ. ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ആൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം, ഓക്കെ. പക്ഷേ എല്ലാത്തിലും ഒരുപാട് ഇങ്ങനെ കാണിക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. ജിഷിൻ്റെ സൈഡാണ് ശരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ അവസാനം ജിഷിനാണെങ്കിലും കുറേ അനിമോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിൽ അനിമോൾ ഒട്ടും അത് അംഗീകരിക്കുന്നുണ്ടായിരുന്നില്ല. അതായത് ആർക്കും കോയിൻ കിട്ടരുത് എന്ന് കരുതി കൂട്ടി അതിൽ തന്നെ ഉറച്ചു നിന്ന് ഈ ഒരു ബോട്ടിലിനെ കുറ്റം പറയുന്ന മാതിരിയാണ്, അതായത് അവർ ചെയ്ത ടാസ്കിനെ കുറ്റം പറയുന്നത് മാതിരി, അപ്രൂവ് ചെയ്യാത്ത മാതിരിയാണ് അനിമോൾ പ്രവർത്തിച്ചത് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു ടാസ്കിൽ ഏറ്റവും കൂടുതൽ ക്ഷമയോടെ നിന്നത് അനീഷ് മാത്രമായിരുന്നു. അവസാനം സഹി കെട്ടിട്ടാണ് മറ്റ് ബോട്ടിൽസ് എറിയുന്നത് നമ്മൾ പ്രൊമോക്കെ കണ്ടിരുന്നു. പക്ഷേ അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് തന്നെ അനീഷിൻ്റെ ബോട്ടിൽസ് വേറെ മത്സരാർത്ഥികൾ വന്ന് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവസാനം ക്ഷമയോടെ കേട്ടതിന് ശേഷമാണ് അനീഷ് ആണെങ്കിലും അങ്ങനെ ചെയ്തത്. അനീഷിൻ്റെ ഭാഗത്ത് ഒരു മാത്രമേ തെറ്റുള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, അത് കാണുന്നവർക്ക് ശരിക്കും മനസ്സിലാകും. അതുപോലെ തന്നെ രണ്ടാമത്തെ റൗണ്ടിലും സെയിം കൊണ്ടുവന്നു കഴിഞ്ഞ് എല്ലാം ഇത് കഷ്ടപ്പെട്ട് എല്ലാവരും ബോട്ടിലൊക്കെ എടുത്തുകൊണ്ടുവന്ന് വളരെ ഫിസിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. എല്ലാവർക്കും കുറച്ച് പേർക്കൊക്കെ പരിക്ക് പറ്റിയിരുന്നു, അതിൽ മെയിനായിട്ട് ബിന്നിക്ക്. എന്നിട്ട് പിന്നെ അതിനുശേഷം ഇവർ ബോട്ടിലൊക്കെ കൊണ്ടു കൊടുക്കുന്നു, ടാസ്ക് നടക്കുന്നു. ഏറ്റവും ലാസ്റ്റ് വീണ്ടും അനിമോൾക്കാണ് പ്രശ്നം. അവർക്ക് കിട്ടിയപ്പോൾ തന്നെ ഓൾറെഡി കുറേ ബോട്ടിലൊക്കെ ചളുങ്ങിയതായിരുന്നു. അപ്പോൾ അവസാനം അവരുടെ അടുത്ത് ടാസ്ക് കഴിഞ്ഞ് ലിവിംഗ് റൂമിൽ വരാൻ പറയുന്നുണ്ട് ബിഗ് ബോസ്. അപ്പോൾ ബിഗ് ബോസ് അവരോട് തീരുമാനം പറയുമ്പോൾ ജിഷിനാണെങ്കിലും അനിമോളാണെങ്കിലും രണ്ടാണ് പറഞ്ഞത്. ജിഷിനാണെങ്കിൽ പറയുന്നുണ്ട് ബോട്ടിൽ എല്ലാവരുടെയും അങ്ങനെ തന്നെ ആയിരുന്നു, അങ്ങനെയാണെങ്കിൽ ഒന്നും എടുക്കാൻ പറ്റില്ല. അനിമോളാണെങ്കിൽ പറയുന്നത് 1-0 ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അനിമോളാണെങ്കിലും അവിടുന്ന് നല്ല രീതിക്ക് വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. അനിമോൾക്ക് അവർക്ക് ഗോൾഡ് കോയിൻ കൊടുക്കരുത് എന്നുള്ളൊരു ധാരണയിൽ മുൻപോട്ട് പോയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും ഇത് അനിമോളുടെ ഒരു ചീപ്പ് ഗെയിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ജിഷിനാണെങ്കിലും അവസാനം പറഞ്ഞിരുന്നു എന്നാൽ പിന്നെ ചെയ്തെല്ലാം എടുക്കുക 6-3 എന്നുള്ള ക്രമത്തിൽ പറഞ്ഞു. അപ്പോഴും അത് അനിമോൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അനിമോളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു പിണങ്ങിപ്പോക്കും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് തീരുമാനത്തിലെത്തിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവർ ഇതുവരെ തീരുമാനത്തിലെത്താത്തത് കൊണ്ട് തന്നെ ബിഗ് ബോസ് പിന്നെ പറയുകയാണ് ചെയ്തത് ഈ ടാസ്ക് റദ്ദാക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ അനിമോൾക്ക് സന്തോഷമായി. ബോസ് ആണെങ്കിലും ഇടയ്ക്കൊരു സൂചന കൊടുത്തിരുന്നു അതിലുള്ളത് വായിക്കാൻ. അതിലിപ്പോൾ ബോട്ടിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. വൃത്തി, മണം, അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ രുചി, ഇതൊക്കെയാണ് അങ്ങനെ എടുത്ത ഒരു സൂചന കൊടുത്തിട്ട് പോലും അനിമോൾ അതിന് തയ്യാറായി.
തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. ശരിക്കും അനുമോൾക്കാണ് ടാസ്ക് മനസ്സിലാവാത്തത്. ജിഷിനാണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു ഇത് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കണം, ഒന്ന് മനസ്സിലാക്കുക അനുമോൾ പ്ലീസ് എന്ന് പറഞ്ഞ് കുറേ പറയുന്നുണ്ടായിരുന്നു. അതേസമയം അനീഷാണെങ്കിൽ ഒരുപാട് കാല് വീഴുന്ന പോലെ അത്രയ്ക്കും താഴ്ന്ന അനുമോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്ലീസ് പ്ലീസ് ഇതൊന്ന് അംഗീകരിക്കണം എന്ന് പറഞ്ഞ് അനുമോളുടെ പുറകെ പോയി കുറേ റിക്വസ്റ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അനീഷാണെങ്കിലും. അപ്പോൾ ഇന്നത്തെ ടാസ്കിൽ അനുമോൾ എനിക്ക് വളരെ നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്തത്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ.